ഇത് സങ്കല്പം വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെയൊരു കുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം നടക്കണമെന്ന് സങ്കല്പം വെച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ല. രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും സങ്കല്പിക്കണമെങ്കിൽ, എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ അതിൽ നിന്ന് എത്ര വോട്ട് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൻ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങാറുള്ളത്. ഞാൻ പറയട്ടെ, അന്ന് എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, ഈ ഒരു മഹാമാഘത്തെ കുറിച്ച് സങ്കല്പിച്ചത്, ഈ മഹാമാഘം നടക്കണമെന്ന് ചിന്തിച്ചത്, കുംഭമേള നടത്തണമെന്ന് ചിന്തിച്ചത് ഭാരതത്തിന്റെ സന്യാസിയാണ്. സന്യാസി സങ്കല്പിച്ചാൽ, ശ്രദ്ധിക്കണം, സന്യാസി സങ്കല്പിച്ചാൽ ഒരാൾക്കും അത് മാറ്റുവാൻ സാധിക്കുകയില്ല. കാരണം സർവസംഘ പരിത്യാഗിയായിട്ടുള്ള സന്യാസി ഒരു സങ്കല്പം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടിയിട്ടല്ല, അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. ഈ ലോകമേ തറവാട്, ഈ ലോകം ഒരു കുടുംബം, വസുധൈവ കുടുംബം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ട് ഒരു കാര്യം സന്യാസി സങ്കല്പിക്കണമെങ്കിൽ അത് സന്യാസിയുടെ ഉള്ളിൽ ആ ഗുരു പരമ്പരയുടെ സങ്കല്പം കൊണ്ട്, ഈശ്വര സങ്കല്പം കൊണ്ട്, സാക്ഷാൽ ഭഗവാൻ തന്നെ അത് നടത്തുവാൻ വേണ്ടി നിയോഗിക്കുന്നത് കൊണ്ടാണ് ഓരോ സന്യാസിയും ഓരോ സങ്കല്പങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഇവിടത്തെ വിശ്വാസമില്ലാത്ത, അവിശ്വാസ സർക്കാരിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരതിന് തടയാൻ വേണ്ടി തയ്യാറായത്. അവിടെയാണ് പരാജയം സംഭവിച്ചത്. കാരണം സന്യാസിക്ക് ഇതൊന്നും തന്നെ ആവശ്യമില്ല. സന്യാസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ്.